വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് എൻ്റെ റെഗുലർ പാർട്ടി മേക്കപ്പും ആൻഡ് കുറച്ച് സിമ്പിളായിട്ടുള്ള സാരി കുറച്ച് ഫാൻസി ആയിട്ടുള്ള ബ്ലൗസസിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് റീസ്റ്റൈൽ ചെയ്യുന്നതാണ്. എൻ്റെ റെഗുലർ മേക്കപ്പ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മേക്കപ്പ് ബേസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബോഡി ഷോപ്പിൻ്റെ റൂട്ട്സ് ഓഫ് സ്ട്രെങ്ത് ഫേമിങ് സിറമാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ കുറച്ചുകൂടി പ്ലംപ് ആൻഡ് ഫേം ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇതാണ് മേക്കപ്പ് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു സ്മൂത്ത് ടെക്സ്ചറിന് വേണ്ടി ബോഡി ഷോപ്പിൻ്റെ തന്നെ ഇൻറ്റൻസ് സ്മൂത്തിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ബോഡി ഷോപ്പിൻ്റെ തന്നെ ഫേമിങ് ക്രീമായിരുന്നു. ബട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ക്രീമാണ്. നെക്സ്റ്റ് സൺസ്ക്രീൻ. അത് ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 5 to 6 years ആയിട്ട് ന്യൂട്രിജിനയുടെ സൺസ്ക്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ക്രീം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ നെക്കിലും കൂടി അത് യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഐബ്രോസിന് ഞാൻ യൂസ് ചെയ്യുന്നത് പേസിൻ്റെ ബ്രൗൺ പെൻസിലാണ്. ഇത് ഐബ്രോസിനും ഭയങ്കര നല്ലതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഗ്രേ ഹെയർ, നമ്മുടെ നെറ്റിയിലെ അരികിലൊക്കെ വരുന്ന ഗ്രേ ഹെയറിൻ്റെ കവറേജിനും നല്ലതാണ്. ആൻഡ് ഐസിൽ എപ്പോഴും ബ്രൗൺ മാക്കിൻ്റെ പെൻസിൽ കൊണ്ടൊന്ന് ലൈൻ ചെയ്ത് ആൻഡ് അവരുടെ തന്നെ സ്മഡ്ജർ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ടാണ് ബ്ലാക്ക് പെൻസിൽ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഐ പെൻസിൽ ആദ്യം ഞാൻ മാക്കിൻ്റെ തന്നെ ബ്ലാക്ക് പെൻസിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഷാർപ്പൻ ചെയ്യുന്ന ബ്ലാക്ക് പെൻസിലാണ് യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ കെ ബ്യൂട്ടിയുടെ ബ്ലാക്ക് കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ ഐ പെൻസിൽ സ്മഡ്ജ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ്. ബട്ട് കെ ബ്യൂട്ടി കുറച്ചും കൂടി അഫോർഡബിളാണ് ആൻഡ് നല്ല ഡാർക്ക് കളർ ബ്ലാക്കാണ്. ബ്ലഷ് യൂസ് ചെയ്തിരിക്കുന്ന ഹ്യൂഡ ബ്യൂട്ടിയുടെ ഈ പിങ്ക് ബോട്ടിലുള്ള ക്രീമാണ്. ആൻഡ് അത് പക്ഷേ ഓരോ ഡ്രസ്സിനനുസരിച്ച് ഞാൻ പല ബ്രാൻഡിൻ്റെ കളേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബ്രഷ് വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യണം. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് സ്മാഷ് ബോക്സിൻ്റെ ഹിയർ ഫോർ ഇറ്റ്. ഇത് പക്ഷേ ഞാൻ കുറേ നാളായിട്ട് ബേസായിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2-3 ഷെയ്ഡുകളുണ്ട്, ബട്ട് ഇതാണ് ഏറ്റവും എനിക്കിഷ്ടമുള്ളത്, ഈ ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഹൈലൈറ്റർ. ഞാൻ പേസിൻ്റെ ലിക്വിഡ് ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ അടുത്താണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഹൈലൈറ്റർ യൂസ് ചെയ്ത് തുടങ്ങിയത്. ബട്ട് ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. നെക്സ്റ്റ് ലിപ് ഗ്ലോസ്. ഞാനിപ്പോഴും ഒരു ഗ്ലോസി ലുക്കിൻ്റെ ഒരു ഫാനാണ്. ആൻഡ് ബേസായിട്ട് ഞാനിപ്പോഴും ഒരു 2-3 സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന 2-3 കളേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. ഈ 3 സാരിയാണ് ഞാനിന്ന് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. 2 സിമ്പിളായിട്ടുള്ള കോട്ടൺ സാരിയും 1 കുറച്ച് ഹെവി വർക്കായിട്ടുള്ള ഷിഫോൺ സാരി. ഈ ഒരു സാരി ഭയങ്കര സിമ്പിളായിട്ടുള്ള കോട്ടൺ സാരിയാണ്. ബട്ട് ഞാൻ ഇതിനെ സ്റ്റൈൽ ചെയ്തിരിക്കുന്ന കുറച്ച് ഫാൻസി ആയിട്ടുള്ള ബ്ലാക്ക് സീക്വൻസ് കൊണ്ടുള്ള ബ്ലൗസായിട്ടാണ്. ഞാൻ സാരിയുടെ ബ്ലൗസസിൻ്റെ കാര്യത്തിൽ ഭയങ്കര പെർട്ടിക്കുലറാണ്. സാരിക്ക് മാച്ച് ചെയ്ത ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു സീക്വൻസ് ഡ്രസ്സിൽ നിന്നാണ് ഈ ബ്ലൗസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സാരിയിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ വരുന്ന കാരണം ഞാൻ ഐലിഡ്സിൽ ബ്ലൂ കളർ കൊണ്ട് ഒന്ന് ലൈൻ ചെയ്തിട്ടുണ്ട്. സാരി ഭയങ്കര സിമ്പിളാണെങ്കിലും ഞാൻ പാർട്ടീസിനൊക്കെ ഇങ്ങനത്തെ ഒരു ലുക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനിയൊരു മാച്ചിങ് ഹീൽസും കൂടിയായ ഈ ഒരു സാരിയുടെ സ്റ്റൈലിങ് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ഒരു മൾട്ടി കളർ സാരീനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്. ഈ ഒരു സാരിയുടെ ബ്ലൗസ് ഞാൻ H&M വാങ്ങിച്ച ഒരു ലെതർ സിൽവർ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മാക്കിൻ്റെ ഹണി ലവും കാൻഡി യം യമും. ആൻഡ് ഗ്ലോസ് ആയിട്ട് ഒരു പിങ്ക് കളർ ഗ്ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഹീൽസ് ഞാൻ ഏതോ ഒരു ഓൺലൈൻ ബ്രാൻഡിൽ നിന്ന് ഓർഡർ ചെയ്ത് ഒരു ബ്രൈറ്റ് യെല്ലോ കളർ. നെക്സ്റ്റ് സാരി ഒരു ഷിഫോൺ മെറ്റീരിയലിൽ ഗോൾഡ് വർക്ക് വരുന്ന ഒരു ഹെവി സാരിയാണ്. ആൻഡ് അത് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഇട്ട സിൽവർ ലെതറിൻ്റെ ബ്ലൗസിൻ്റെ കൂടെയും. ആൻഡ് 2 തരത്തിൽ ഞാനത് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ട്രെൻഡി ആയിട്ടും ആൻഡ് കുറച്ച് ഫോർമലായിട്ടുള്ള രീതിയിൽ. പൊതുവേ ബ്ലാക്ക് കളറിൻ്റെ കൂടെ എനിക്ക് പേർപ്പിൾ കളർ ലിപ് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അത് മാക്കിൽ നിന്നുള്ള സ്നോബ് എന്ന് പറഞ്ഞൊരു കളറാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് അത് ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. ആൻഡ് സാരയിൽ നിന്ന് ഞാൻ ഈ അടുത്ത് മേടിച്ച ഗോൾഡ് കളർ ഹീൽസ്. ഇത് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയും ഈവൻ സാരീസിൻ്റെ കൂടെയും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഹീൽസാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യാതിരിക്കുന്ന സ്കേർട്ട്സോ അല്ലെങ്കിൽ ഡ്രസ്സോ അങ്ങനത്തെ ഫാൻസി ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സസ് ഉണ്ടെങ്കിൽ
ഇതുപോലെ നമുക്ക് ഫാൻസി ആയിട്ടുള്ള ബ്ലൗസസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും.